ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ കഥ ബഹുമാനിക്കാൻ പഠിക്കുന്ന റിയ. പുസ്തകങ്ങൾ വായിക്കാനും ഗെയിമുകൾ കളിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു മിടുക്കിയും സന്തോഷവതിയുമായ ഒരു പെൺകുട്ടിയായിരുന്നു റിയ. അവൾക്ക് സ്കൂളിൽ ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അവൾ എപ്പോഴും ഉത്സുകയായിരുന്നു. എന്നാൽ അവൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അവൾ മാതാപിതാക്കളെ പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. പലപ്പോഴും അവരുടെ ഉപദേശങ്ങൾ അവഗണിച്ച് അവൾ ആഗ്രഹിച്ചത് എല്ലാം ചെയ്തു. അവൾ രാത്രി ഏറെ വൈകിയും ഗൃഹപാഠം ഒഴിവാക്കിയും കൂടുതൽ നേരവും ജങ്ക് ഫുഡ് കഴിച്ചുമൊക്കെ അവൾക്ക് തോന്നുന്ന രീതിയിൽ മാത്രം നടന്നു. മറ്റുള്ളവരെക്കാൾ നന്നായി തനിക്ക് എല്ലാം അറിയാമെന്നും അവരുടെ മാർഗനിർദ്ദേശം ആവശ്യമില്ലെന്നും അവൾ കരുതി. ഒരു ദിവസം അവളുടെ മുത്തശ്ശിമുത്തച്ഛനെ കാണാൻ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് അവളെ കൊണ്ടുപോകാൻ റിയയുടെ മാതാപിതാക്കൾ തീരുമാനിച്ചു. റിയ ഇതിൽ അത്ര സന്തോഷിച്ചിരുന്നില്ല. വീട്ടിലിരുന്ന് അവളുടെ പ്രിയപ്പെട്ട ഷോ കാണാൻ അവൾ ആഗ്രഹിച്ചു. അവൾ വഴിനീളെ പരാതിപ്പെടുകയും നിലവിളിക്കുകയും ചെയ്തു. അവൾ അവിടെ എത്തിയപ്പോൾ അവരെ അഭിവാദ്യം ചെയ്യുകയോ ജോലികളിൽ സഹായിക്കുകയോ ചെയ്തില്ല. അവൾ ഒരു മൂലയിൽ ഇരുന്നു എപ്പോഴും ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നു. അവളുടെ പെരുമാറ്റം കണ്ട് അവർ സങ്കടപ്പെട്ടു. അവർ അവളോട് സംസാരിക്കാനും അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കഥകൾ പറയാനും ശ്രമിച്ചു. പക്ഷേ അവൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവർ വിരസവും പഴയ രീതിയിലുള്ളവരുമാണെന്ന് അവൾ തീരുമാനിച്ചു. അവൾ അവരെയോ അവരുടെ ജ്ഞാനത്തെയോ മാനിച്ചില്ല. അടുത്ത ദിവസം റിയയുടെ മാതാപിതാക്കൾ അവളെ കുറച്ച് മൃഗങ്ങളെ കാണിക്കാൻ അടുത്തുള്ള ഫാമിലേക്ക് കൊണ്ടുപോയി. പശു, ആട്, കോഴി, താറാവ് എന്നിവയെ കാണാൻ റിയയ്ക്ക് കൗതുകവും ആവേശവുമായിരുന്നു. അവൾ ഫാമിന് ചുറ്റും ഓടി അവരെ തൊട്ടു തീറ്റാൻ ശ്രമിച്ചു. മൃഗങ്ങളോട് ശ്രദ്ധയും ബഹുമാനവും പുലർത്തണമെന്ന് അവളുടെ മാതാപിതാക്കളോ കർഷകനോ മുന്നറിയിപ്പ് നൽകിയത് അവൾ ചെവിക്കൊണ്ടില്ല. അവൾ ഒരു കോഴിയെ ഓടിച്ചിട്ട് അതിന്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ ശ്രമിച്ചു. അവൾ ഒരു ആടിന്റെ താടി വലിച്ച് അതിന്റെ കൊമ്പുകളെ ഉപയോഗിച്ച് കളിക്കുകയാണ്. അവൾ ഒരു പശുവിനെ കല്ലെറിഞ്ഞു. അതിന്റെ മൂളൽ കണ്ട് ചിരിച്ചു. അവൾ അവരെയോ അവരുടെ വികാരങ്ങളെയോ മാനിച്ചില്ല. പെട്ടെന്ന് പുറകിൽ ഒരു വലിയ അലർച്ച അവൾ കേട്ടു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വലിയ കോപാകുലനായ ഒരു കാള തന്റെ നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടു. അവൾ പരിഭ്രാന്തയായി സഹായത്തിനായി നിലവിളിച്ചു. രക്ഷിതാക്കളും കർഷകരും ഓടിയെത്തി കാളയെ ശാന്തനാക്കി. അവർ അവളെ സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അവൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. താൻ എത്ര വിഡ്ഢിയും രൂക്ഷവുമായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ മാതാപിതാക്കളോടും മുത്തശ്ശിമുത്തശ്ശനോടും കർഷകരോടും മൃഗങ്ങളോടും ക്ഷമാപണം നടത്തി. അവരെല്ലാം തന്നെ പരിപാലിക്കുന്നുണ്ടെന്നും അവൾ സന്തോഷത്തോടെയും സുരക്ഷിതയായിരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് ആവശ്യവും പ്രയോജനകരവുമാണെന്ന് അവൾ മനസ്സിലാക്കി. അവർ പറയുന്നത് കേൾക്കുമെന്നും അന്നുമുതൽ അവരുടെ നല്ല ഉപദേശം അനുസരിക്കുമെന്നും അവൾ വാഗ്ദാനം ചെയ്തു. അവൾ അവരെ കെട്ടിപ്പിടിച്ച് അവരുടെ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി പറഞ്ഞു. മാതാപിതാക്കളെയും മുതിർന്നവരെയും ബഹുമാനിക്കുന്നത് ആവശ്യവും പ്രയോജനകരവുമാണ് എന്നതാണ് ഈ കഥയുടെ ധാർമ്മികത. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അനുഭവപരിചയവും വിവേകവുമുണ്ട്. അവർ നമുക്ക് നല്ലത് ആഗ്രഹിക്കുന്നു. അവർക്ക് നമ്മെ വിലപ്പെട്ട പാഠങ്ങൾ പഠിപ്പിക്കാനും ശരിയായ ദിശയിലേക്ക് നയിക്കാനും കഴിയും. അപകടത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കാനും അവർക്ക് കഴിയും. നാം അവരെ ശ്രദ്ധിക്കുകയും അവരുടെ ഉപദേശം പിന്തുടരുകയും വേണം. അവരോട് രൂക്ഷമായി പെരുമാറുകയോ അനുസരണക്കേട് കാണിക്കുകയോ ചെയ്യരുത്. നാം മറ്റ് ജീവജാലങ്ങളെയും അവരുടെ വികാരങ്ങളെയും ബഹുമാനിക്കണം. അവരെ വേദനിപ്പിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. നമ്മെ സന്തോഷിപ്പിക്കാനും ജീവിതത്തിൽ വിജയിപ്പിക്കാനും കഴിയുന്ന ഒരു പുണ്യമാണ് ബഹുമാനം. നിങ്ങൾ കഥ ആസ്വദിച്ചുവെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സ്റ്റോറിയിലേക്ക് പോകാം. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കൂടാതെ ലൈക്ക് ബട്ടൺ അമർത്തി ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ആസ്വദിക്കുക.